മാർച്ച് 19-ന് 3 പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് ആട് 3 ഉണ്ട്, ദുരന്തറിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്, ടോക്സിക് ഉണ്ട്. ഈ 3 ചിത്രങ്ങളും വമ്പൻ ചിത്രങ്ങളാണ്. മലയാളത്തിനെ സംബന്ധിച്ചോളം മലയാളത്തിലെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെയാണ് ആട് 3. ഫ്രൈഡേ ഫിലിംസും കാവ്യ ഫിലിംസോടെ നിർമ്മിക്കുന്നതാണ്. മിഥുൻ മാനുവൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ദുരന്തർ ഫസ്റ്റ് പാർട്ട് മെഗാ ഹിറ്റാണ്. 1400-1500 കോടി കളക്ഷനൊക്കെ നേടിയ പടമാണ്. അടുത്തത് ടോക്സിക് ഓൾറെഡി മാറ്റി, ജൂൺ 4 മാറ്റി എന്ന് പറഞ്ഞ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒക്കെ വന്നു. ടോക്സിക്ക് മാറ്റി കഴിഞ്ഞു 2-3 മാസം. കാരണം ഇതൊക്കെ നമുക്കറിയാം, ഇറാനും ഇസ്രയേലും ഒക്കെ തമ്മിലുള്ള യുദ്ധവും മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള പ്രശ്നങ്ങളും വേൾഡ് വൈഡ് റിലീസിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് GCC കിട്ടുന്ന കളക്ഷൻ ചിലപ്പോൾ കേരളത്തിനെക്കാട്ടി വലിയ കളക്ഷനാണ് കിട്ടുന്നത് GCCന്ന്. അന്നേരം അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് നടക്കത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അന്നേരം ആട് 3 ഇനിയിപ്പോൾ നമുക്ക് 2 ആഴ്ച ഇവിടെ ഉള്ളൂ. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതെല്ലാം സെറ്റിൽ ചെയ്ത് ആട് 3 റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വേൾഡ് വൈഡ് റിലീസ് ഉണ്ടെങ്കിൽ മാത്രമേ ആട് 3 റിലീസ് ചെയ്തുള്ളൂ. കേരളത്തിലും ഇന്ത്യയിലും മാത്രം റിലീസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നമുക്ക് നല്ലൊരു കളക്ഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ആണെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ചാൻസ് ഒന്നുകിൽ ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകണം. സോൾവ് ആയി കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്യണം. അതിനെക്കാട്ടിൽ എനിക്ക് തോന്നുന്നു ചാൻസ് കൂടുതൽ ചിലപ്പോൾ നീട്ടി വെക്കാനാണ് ചാൻസസ്. 50-50 ആയിട്ട് കൂട്ടിക്കും. ചാൻസ് കൂടുതലും നീട്ടി വെക്കാം. നീട്ടി വെച്ചാലും പ്രശ്നമുണ്ട്. ഏപ്രിൽ 2-ന് ദൃശ്യം പോലുള്ള ചിത്രങ്ങൾ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ആണെങ്കിൽ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നീട്ടി വെക്കാം. എന്തായാലും ഏപ്രിൽ മെയിലോട്ടൊക്കെ നീട്ടി വെക്കുമ്പോൾ വീണ്ടും മത്സരങ്ങൾ കടുക്കും. ഒരുപാട് ചിത്രങ്ങൾ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഈ 3 ചിത്രങ്ങളും പ്രതിസന്ധിയിലാണ് റിലീസ് ചെയ്യുന്നതിൽ സംശയം വേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക.